തായ്ലാൻഡിൽ വെച്ച് നടന്ന 2024 വേൾഡ് എബിലിറ്റി സ്പോർട്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഭാരതത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നിഖിൽ മനോജ്. സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതി നേടിയതാണ് ഈ വിജയം. രാജ്യത്തിനു വേണ്ടി ഇനിയും സ്വർണ്ണ മെഡലുകൾ നേടുകയാണ് ജീവിത ലക്ഷ്യമെന്ന് അരുൺ മനോജ് പറയും. ഇത് 10ാം ക്ലാസ്സുകാരൻ നിഖിൽ. പരിമിതികളെ ഓടിത്തോൽപ്പിച്ച് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നിഖിൽ. തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത നിഖിൽ 200 മീറ്റർ ഓട്ടത്തിൽ നേടിയത് സ്വർണ്ണ മെഡലാണ്. 29.35 സെക്കൻഡിനാണ് നിഖിൽ മത്സരം പൂർത്തിയാക്കിയത്. സെറിബ്രൽ പാൾസി ശരീരത്തെ തളർത്തിക്കളഞ്ഞപ്പോഴും പൊരുതാനുറച്ചൊരു മനസ്സ് നിഖിലിനൊപ്പം എന്നും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ബൈക്ക് ഇട്ടിട്ട് ഓടിയത്. എന്നിട്ട് ശരിയായി നല്ല സ്പീഡ് കിട്ടി. അടുത്ത മാസം കേരള പാരാജയം ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഏപ്രിൽ വെച്ചിട്ട് ബീഹാറിൽ വെച്ചിട്ട് കളിക്കുകയാണ്. അത് അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ ഫാമിലിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി വിളിക്ക്. നിഖിലിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു അധ്യാപികയായിരുന്നു. മകനെ കായിക മത്സരങ്ങൾക്ക് വിടണമെന്ന് അധ്യാപിക പറഞ്ഞപ്പോൾ നടക്കാൻ കഴിയാത്ത മകനോ എന്നൊരു ചോദ്യമാണ് അമ്മയുടെ മനസ്സിലേക്ക് അന്ന് ഓടിയെത്തിയത്. എന്നാൽ ടീച്ചറാണ് ശരിയെന്ന് കാലം തെളിയിച്ചെന്ന് അമ്മ പറയുന്നു. ഈ അമ്മയ്ക്ക് ഈ മകനെ കുറിച്ചോർത്ത് ഏറെ അഭിമാനം മാത്രം. ഇതുപോലെ കഴിവുള്ള ഒരുപാട് മക്കളുണ്ട്. അപ്പൊ ചില അമ്മമാർക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള മക്കളുണ്ടാകുമ്പോൾ അവര് എന്താ വെച്ചാൽ പിന്മാറുകയാണ്. കാരണം അവർക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ഒരു മടിയുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അവരിൽ എല്ലാ കുട്ടികളിലും ഓരോ കഴിവുകളുണ്ട്. കാരണം ഒരു ഡിസേബിൾഡ് ആയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ദൈവം ഒരു കഴിഞ്ഞൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇപ്പൊ സ്പോർട്സ് ആണോ എന്താണെന്നറിയില്ല. നമ്മളത് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നേറാൻ പറ്റും. കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവർക്കാണ് ഇവർ പിന്നോക്കം പോവുകയാണ്. ഇവരെയും കൂടി ആ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരോട് പറയാനുള്ളത്. അതേം കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഓട്ടത്തിൽ മാത്രമല്ല ഫുട്ബോളിലും നിഖിൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. നന്നായി ചെണ്ടയും കൊട്ടും. അങ്ങനെ സകലകലാ വല്ലഭനാണ് നിഖിൽ. ചില ജന്മങ്ങളുണ്ട് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് ആശീർവദിച്ചു വിട്ട ജന്മങ്ങൾ. അതാണ് നിഖിൽ. ജനം, കോഴിക്കോട്.